പടം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഹൊറർ മൂഡിലുള്ള സസ്പെൻസ് ക്രൈം ത്രില്ലറാണ്. ഇതിൽ എടുത്തു പറയത്തക്ക മേന്മകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാസ്റ്റിംഗാണ് പ്രധാനമായിട്ട് വന്നേക്കുന്നത്. കാസ്റ്റിങ്, എഡിറ്റിങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതെല്ലാം വളരെ സൂപ്പറായിട്ട്. അപ്പം പറയുമ്പോൾ സംവിധാനം വിശ്വസിവിജയൻ സാറ് ഇതുവരെ ചെയ്ത പടത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ലൊരു പടമായിട്ട് പറയാം. പിന്നെ ഇതിനകത്ത് മലയാളത്തിൽ കിട്ടിയ ഒരു നടി മോക്ഷ ഒരു നല്ല ഒരു പ്രതീക്ഷ നൽകുന്ന നടിയാണ്. കഴിഞ്ഞ പടം എന്താണ് കളരും ഭഗവതി. അതിനുശേഷമൊക്കെ നന്നായിട്ടില്ല. ഒരു കഥാപാത്രം ഇതിനകത്ത് മോശമല്ല. എല്ലാവരെയും പെർഫോമൻസ് വളരെ നല്ല രീതിയിലാണ്. മോശമൊക്കെ കയ്യടി മേടിച്ച സീനുകളുണ്ട്. അതായത് ഭരതനാട്യം, മാർഷ്യൽ ആർട്സിൻ്റെ കൂട്ടിക്കലത്തുള്ള പെർഫോമൻസ് അതൊക്കെ വളരെ സൂപ്പറായിട്ട് നല്ലൊരു സിനിമയാണ്. ഐ ആം എൻജോയ്ഡ്. പടം കിടിലം പടമാണ്. അതൊരു ഹൊറർ 4 ജോണറിൽ വരുന്നുണ്ട്. ഒരു ഹൊറർ, ഫാമിലി, ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലറായിട്ട് വന്ന ഒരു കിടിലം പടമാണ്. അതിൻ്റെ സൗണ്ട് മിക്സ് ഒക്കെ കിടിലാണ്. അതൊരു നല്ലൊരു തിയേറ്ററിൽ സൗണ്ടൊക്കെ നല്ല കിടിലായിട്ട് നമുക്ക് ആസ്വദിക്കാം. എന്തായാലും പടം കിടിലം പടം. അതായത് അതെ മസ്റ്റ് വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം. തിയേറ്റർ വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം. കിടിലം പടം. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാനതിൽ മോശയുടെ അമ്മയുടെ ക്യാരക്ടറാണ് ചെയ്തത്. വളരെ ചെറിയ ക്യാരക്ടറായിരുന്നു, എന്നാലും നന്നായിരുന്നു. സന്തോഷമായി. ഞെട്ടിക്കുന്ന രംഗങ്ങളൊക്കെ Hi, how was watching with the audience? I wish like this Chitani and the victims they come like this and seek their own justice. I'm little touched. I'm little touched. I wish Abhaya, Nirbhaya, everyone comes back and they seek their own justice in our nation. എക്സൈറ്റഡ് ആണ്, ഒന്നും പറയാൻ പറ്റുന്നില്ല. കുറച്ച് എമോഷണലി കണക്റ്റഡ് ആയി പോയി. മെസ്സേജ് വരുന്നൊരു മൂവിയാണ്. എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയില്ല. ഇത് ചെയ്ത് എനിക്കെങ്ങനെ ആസ് എ ന്യൂ കമ്മർ എനിക്കതിനെ കുറിച്ച് പറയാൻ അറിയില്ല. ചെറുതായിട്ട് So finally I was just waiting that you all will watch the film and I'm so happy. In the film ഞാൻ എല്ലാവരും പെലിക്കപ്പെടുന്നു, പക്ഷേ in real life I'm പാപം. So please go with your family, friends, everybody watch the film and thank you so much. നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞു നമ്മൾ അറിയില്ലേ ഉണ്ടായിരുന്നു. അതുപോലെ എന്തായാലും തീർച്ചയായിട്ടും ആൾക്കാർ പോലും ആ ഒരു ഇത് തന്നെ ആയിരിക്കും. വളരെ എക്സൈറ്റഡ്. ഓരോ സീനിൽ കൈയടികളൊക്കെ വീഴുന്നുണ്ടായിരുന്നു. മേക്കിംഗ് എടുത്തു പറയുന്നുണ്ട്. എനിക്കും വളരെ ചലഞ്ചിങ് ആയിരുന്നു. വെച്ചാൽ എന്നെക്കാളൊക്കെ ഒത്തിരി പ്രായമുള്ള ഒരാളെ പെർഫോം ചെയ്യുക എന്ന് പറയുന്ന എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഹൊറർ ജനറൽ പടത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്ന സാധനം. ആ നിലയ്ക്കൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റാണ്. പിന്നെ സിനിമ കണ്ടിട്ട് ആൾക്കാർ അഭിപ്രായം പറയട്ടെ. ഇതുവരെ കിട്ടിയിട്ടുള്ള സ്പോട്ട് വെച്ചിട്ട് പരിപാടി വർക്കാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നൈസ്. എൻ്റെ അമിതും വിനയ് മോക്ഷയുടെ രണ്ടാമത്തെ പടം പെർഫോമൻസ് കണ്ടല്ലോ. മാർഷ്യൽ ആർട്സും റിപ്പേറ്റും ഡാൻസ് പെർഫോമൻസും എല്ലാം ആയിട്ട്. ബിക്കോസ് എല്ലാ മിക്സുകളുണ്ട്. വിശ്വസ് വിജയൻ സാർ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഫിലിംസിൻ്റെ എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളായതുകൊണ്ട് തന്നെ ആ എലമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ സ്വഭാവത്തിലല്ല, വിജയേട്ടൻ്റെ ഒരു കൈൻഡ് ഓഫ് സിനിമയാണ്. അപ്പോൾ അത് കൂടുതൽ ജനങ്ങൾ കണ്ടില്ല എല്ലാവരും. വലിയ പ്രതീക്ഷയിലാണ് ഞാൻ.
What? Did you see the movie or no? You didn't see it. Go and watch it. Why are you asking me to see the movie? By the way, she is Chitini. Yeah. Finally. എല്ലാരും Yeah, I'm Chitini. നമ്മൾ സാധാരണ ഫൈറ്റ് സീൻസ് നമ്മൾ കാണുമ്പോൾ സാധാരണ ഇപ്പോൾ പണ്ടൊക്കെ വിജയശാന്തി ഇപ്പോൾ പുതിയ ആർട്ടിസ്റ്റുകളുടെ ഫൈറ്റ് സീൻസ് ഒക്കെ കാണുന്ന പോലെയല്ല ഇതിൽ ആ ഫൈറ്റ് മോക്ഷ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ വേറൊരു രീതിയിലാണ്. അത് പ്രേക്ഷകർ കണ്ട് തന്നെ എൻജോയ് ചെയ്യണം. സത്യത്തിൽ ആ സീൻ കഴിഞ്ഞപ്പോൾ ആളുകൾ ശരി കൈയടിച്ചു. അഭിപ്രായം എനിക്ക് ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഷോ കണ്ടിട്ട് അറിയില്ല. നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. ബിക്കോസ് ആസ് എ ന്യൂ കമ്പർ ഞാനെങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇറ്റ് വാസ് ലൈക്ക് വണ്ടർഫുൾ. എനിക്ക് ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. എവറിത്തിങ് ലക്കി ആക്ച്വലി. അടിപൊളിയല്ലേ? അടിപൊളിയായിരുന്നു. അല്ലാണ്ട് ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അത് അമിതേട്ടനായാലും മൂക്ക് പൊട്ടിയുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ കാലിലും ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. സോ അതും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പെട്ടെന്നായിരുന്നു ഫൈറ്റ് പറഞ്ഞത്.